2019 ഇഷ്ക് എന്ന് പറയുന്ന മൂവിയിലൂടെ സ്വതന്ത്ര സംവിധായകനായി മലയാളത്തിലേക്ക് ലാൻഡ് ചെയ്തൊരു സംവിധായകൻ. ഞാൻ ഈ സൈഡിലുള്ള നമ്മുടെ വോളണ്ടിയേഴ്സ് കുട്ടികളോട് ചോദിക്കുകയായിരുന്നു, നരിവേട്ടയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? കുട്ടികൾക്ക് എക്സൈറ്റ്മെൻറ്റ് കാരണം അതിനെപ്പറ്റി ഒന്നും പറയാൻ പോലും പറ്റുന്നില്ല. ഫീൽ ഗുഡ് ചേച്ചി, പകുതി വരെ ഫീൽ ഗുഡ്, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എക്സ്പ്രഷൻസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സംവിധായകനാണ് അനുരാജ് മനോഹർ. നരിവേട്ടയുടെ സംവിധായകൻ അല്ലെങ്കിൽ വാഴ 2ൻ്റെ സംവിധായകൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ പ്രോഗ്രാം, അതായത് 14-ാം തീയതി ഇത് ആരംഭിക്കുമ്പോൾ മുതൽ ഇവിടെയുള്ള ആളുകളെല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ട് അവരെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അപ്പം ഒത്തിരി സ്നേഹത്തോടെ അനുരാജ് മനോഹരെ ഞങ്ങളുടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യാണ്. വെൽക്കം സാർ. തമ്മിൽ പിണങ്ങി പോകരുതേ, നമ്മൾക്ക് നാം തന്നെയല്ലേ. ഈ കാലത്തിൻ്റെ വൈബ്, ന്യൂജൻ കുട്ടികളൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പലരും മാറി നിന്ന് വിമർശിക്കുമ്പോഴും ഈ കാലഘട്ടത്തിൻ്റെ എല്ലാ പൾസിനോടും ചേർന്ന് നിന്ന് ഒരു ജനപ്രിയ സിനിമ അവതരിപ്പിക്കുന്നു. ബന്ധങ്ങളിൽ തന്നെ ഏറ്റവും അത്ഭുതമായിട്ടുള്ളത് രക്തബന്ധമാണ്. ആ രക്തബന്ധം മനുഷ്യൻ്റെ ഏറ്റവും മൗലികമായിട്ടുള്ള അടിസ്ഥാനമാണ് രക്തബന്ധം എന്ന് പറയുന്നത്. ആ രക്തബന്ധത്തെ ചേർത്ത് പിടിച്ച് മനോഹരമായൊരു സിനിമ വാഴ 2 ഏറ്റവും കൂടുതൽ ഇന്ന് ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സംവിധായകനാണ് സവിൻസയെയും ഏറെ സ്നേഹത്തോടെ ഞങ്ങളുടെ ഈ ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നിരൂപണ രംഗത്ത്, അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ വ്യത്യസ്തമായൊരു മുഖഛായുള്ള തൻ്റെതായ ഇടം കണ്ടെത്തിയിട്ടുള്ള RJ ചച്ചു ആണ്. വായനയുടെ ലോകത്തേക്ക് കടന്നു വരാൻ അല്ലെങ്കിൽ വായനയെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്ന ഞങ്ങളെയൊക്കെ പോലുള്ളവർക്ക് എന്നും മാം ഒരു മോഡൽ തന്നെയായിരുന്നു. ഒരുപാട് വായനയെ ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങളുടെ കൂട്ടുകാരി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കേരളത്തിലെ നിരവധി സാഹിത്യവേദികളിൽ അതിഥിയായും മോഡറേറ്ററായും പ്രവർത്തിച്ചിട്ടുള്ള, ഭാഷയോടും സാഹിത്യത്തോടും സിനിമയോടും കലയോടും ഒക്കെ ഏറെ ചേർന്ന് നിൽക്കുന്ന RJ ചച്ചു ആണ് ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. വെൽക്കം മാം. നമസ്കാരം. ഞാൻ തന്നെ ഞെട്ടി, കാരണം ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ എന്നെ ഇത്ര പുകഴ്ത്തി സംസാരിക്കുന്നത്. പുകഴ്ത്തേണ്ടവർ എൻ്റെ ഇരുവശത്തും ഇരിക്കുന്നുണ്ട്. എന്തായാലും വാഴ എന്ന് പറയുന്നൊരു സിനിമയുടെ, വാഴ 2 എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഡയറക്ടറും അതോടൊപ്പം തന്നെ അനുരാജ് എന്ന് പറയുന്ന ഡയറക്ടറും വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും എപ്പോഴാണ്, അവരുടെ ടീം മുഴുവനുണ്ടോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു എന്നോടാണെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വെക്കേഷന് തിയേറ്ററുകളെ ഇളക്കി മറിച്ച വാഴ 2 സംവിധായകന് അതിൻ്റെ കൺഗ്രാജുലേഷൻസ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അറിയിക്കുകയാണ്. പലരും ഇനി അടുത്ത വാഴയ്ക്കുള്ള ഒരു കാത്തിരിപ്പാണ്. എൻ്റെ മകൻ ഉൾപ്പെടെ വന്നത് തന്നെ എനിക്ക് സവിൻസയെ കാണണം എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പം ഞാൻ ചോദിക്കുന്ന, നമ്മുടെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് സിനിമയുടെ യൗവനം പ്രേക്ഷകൻ്റെയും കൂടിയാണല്ലോ. അപ്പം സിനിമയുടെ ഒരു യൗവനം നിലനിർത്തുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ വിഷയമാണോ, അതല്ല നമ്മളടങ്ങുന്ന പ്രേക്ഷകൻ്റെ മനസ്സാണോ? സിനിമ ആൾക്കാർ കണ്ടെങ്കിൽ മാത്രമേ സിനിമ വിജയിക്കത്തുള്ളൂ. ആൾക്കാർ തന്നെയായിരിക്കും അതിൻ്റെ യൗവനം കാത്തു സൂക്ഷിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. യൗവനം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഓരോ കാലഘട്ടത്തിലും യൗവനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾക്കല്ല, നമ്മുടെ കഴിഞ്ഞ ജനറേഷന് വരെ യൗവനങ്ങൾ, ഓരോരുത്തരും യുവാക്കളായിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണല്ലോ കടന്നു വരുന്നത്. അപ്പോൾ ആ ഒരു മനസ്സ് സിനിമകളെ സ്വാധീനിക്കുന്നുണ്ടോ എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഓരോ കാലഘട്ടത്തിലും ഓരോ യുവാക്കൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ എന്താണ്, അടൂർ സാറിനൊരു യുവത്വം ഉണ്ടായിട്ടുണ്ട്, സവിനൊരു യുവത്വം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെല്ലാം കടന്നു വന്ന കാലഘട്ടത്തിൽ ഇറങ്ങുന്നതും അന്നത്തെ യുവത്വത്തിൻ്റെ സിനിമയാണല്ലോ. അപ്പോൾ ഈ ഒരു മാറി വരുന്ന ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു പ്രേക്ഷകൻ്റെ മനസ്സ്, അത് സിനിമയെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പറയാൻ അറിയില്ല. എന്നാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഇങ്ങനൊരു കൊമേഴ്ഷ്യലി പോകുന്നൊരു സിനിമയാകുമ്പോൾ ഇതുപോലെ ഇങ്ങനെയുള്ള യൂത്തായിട്ടുള്ള ആൾക്കാർ അതിൽ അഭിനയിക്കുന്നു. അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും പുതിയ പുതിയ താരങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പുതിയ പുതിയ സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആൾക്കാരത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാണല്ലോ ഇങ്ങനെയുള്ള സിനിമകൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത്. അനുരാജിന് എന്ത് തോന്നുന്നു, ഈ ഒരു മാറ്റം കഥ പറച്ചിലിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഈ ടോപ്പിക്കിൽ ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ യൗവനകാലം എന്ന് പറയുന്നത് നല്ലതും വാർദ്ധക്യവും ബാല്യകാലമൊക്കെ മോശം എന്ന തരത്തിലൊക്കെ അല്ല. സിനിമയ്ക്ക് അതിൻ്റേതായ സിനിമ കാണുന്ന ആൾക്കാർ വിഭാവനം ചെയ്യുന്ന കാലമാണ് ആ സിനിമയ്ക്ക് ഉണ്ടാകുന്നത്. സിനിമയ്ക്ക് അങ്ങനെ യൗവനം, വാർദ്ധക്യം, ബാല്യം എന്നുള്ള ഇതിൻ്റെ പിറകിൽ പണിയെടുക്കുന്ന ടെക്നീഷ്യന്മാരും ഇത് കാണുന്ന കാഴ്ചക്കാരുമാണ് ഇതിൻ്റെ പ്രായം നിശ്ചയിക്കേണ്ടത്. സിനിമ എന്ന നിലക്ക് കാണുകയും അതിനെ ഇത്തരത്തിൽ പ്രായത്തിനെ നിർവചിക്കുന്നത് പോലെ നമുക്ക് സിനിമയെ അങ്ങനെ നിർവഹിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം.
നേരത്തെ പറഞ്ഞതുപോലെ നവതരംഗ സിനിമകൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉണ്ടായിരുന്ന പ്രതിഭാസമാണ്. അപ്പോൾ ആ കാലത്തെ ഉണ്ടായിരുന്ന ചില സങ്കല്പങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ ശ്രേണിയിലുള്ള സംവിധായകർ പുതിയ കഥകൾ, പുതിയ സങ്കേതങ്ങൾ സിനിമയിലേക്ക് സംവദിക്കുകയും പുതിയ ജനറേഷനിലുള്ള കുട്ടികൾ ആ സിനിമയെ കാണുകയും അവർ സിനിമയോട് അടുത്ത് നിൽക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ സിനിമ വിശാലമായ അർത്ഥത്തിൽ സിനിമ കാണുന്നത് ദൂരദർശനിലൂടെയും ഏഷ്യാനെറ്റ് ഗ്ലോബൽ എന്ന പ്ലാറ്റ്ഫോമിലേക്ക് കൂടെയാണ് ഞാൻ സിനിമ കാണുന്നത്. അന്ന് നമ്മൾ കാണുന്ന സിനിമകളെല്ലാം തന്നെ കൊമേഴ്ഷ്യലി ഇന്ന് പറയുന്ന നമ്മൾ കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിലുള്ള സിനിമകളാണ് അന്ന് സ്ക്രീൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മ്യൂസിക് കുറയുകയോ അല്ലെങ്കിൽ ഷോർട്ടിൻ്റെ ലെങ്ത് ഡ്യൂറേഷൻ കൂടുകയോ ചെയ്യുമ്പോൾ നമ്മൾ അവാർഡ് സിനിമകൾ എന്ന തരത്തിൽ തള്ളുകയും അത് കാണാതിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് സിനിമ കണ്ട് നമ്മൾ വളർന്ന് വലുതാകുമ്പോൾ അതായിരുന്നു നല്ല സിനിമ എന്ന തരത്തിൽ ഞാൻ ഒരു കാലത്ത് ചിന്തിക്കേണ്ടായിരുന്നു. അപ്പോൾ KG ജോർജ് സാറിനെയും അടൂർ സാറിനെയും അരവിന്ദൻ സാറിനെ അങ്ങനെ നിരവധിയായ നമ്മുടെ ലെജൻഡറി ഫിലിം മേക്കേഴ്സിനെ നമ്മൾ റീവിസിറ്റ് ചെയ്യുന്നത് ഈ കൊമേഴ്ഷ്യൽ സിനിമകളുടെ പീക്കിൽ നിന്നുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ്. അപ്പോൾ എല്ലാ കാലത്തും ഇപ്പം സവിൻ്റെ വാഴ കാണാൻ വന്ന ഒരു കുട്ടി ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്നുണ്ടാവുക. അയാളത് ആ ഫെസ്റ്റിനെ ആഘോഷിക്കുകയാണ്. അയാൾ ഇനി അടുത്ത സിനിമ തിയേറ്ററിൽ പോയി കാണുകയാണ്. അപ്പോൾ അയാൾ അടുത്ത സിനിമ കഴിഞ്ഞിട്ട് ഇതിന് മുൻപുണ്ടായിരുന്ന സിനിമ സവിൻ ചെയ്ത പ്രീവിയസ് സിനിമ ഏതാണെന്ന് അയാൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രേക്ഷകൻ എന്ന ഒരു കൂട്ടത്തിലേക്ക് അയാളും കൂടി ചേരുകയാണ്. അപ്പോൾ സിനിമ മുന്നോട്ട് നടക്കുകയാണ്, സിനിമയ്ക്കൊപ്പം പ്രേക്ഷകൻ നടക്കുകയാണ്. അപ്പോൾ പുതിയ ആൾക്കാർ വരികയാണ്, അയാൾ വീണ്ടും സിനിമയെ കാണുകയാണ്, പല പ്ലാറ്റ്ഫോമുകളിലൂടെ കാണുകയാണ്. നമ്മളൊക്കെ ഇൻ്റർനാഷണൽ സിനിമകൾ അന്ന് എനിക്കൊക്കെ ഇപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് KG ജോർജ് സാറിൻ്റെ ഒക്കെ എല്ലാ സിനിമയും കണ്ട് നമ്മുടെ ലെജൻഡറി ഫിലിം മേക്കേഴ്സിൻ്റെ എല്ലാ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തേടുന്നത് ഇറാനിയൻ സിനിമയും ഇറ്റാലിയൻ സിനിമയും കൊറിയൻ സിനിമയും അങ്ങനെ രാജ്യാന്തരം ഭാഷയില്ലാത്ത തരത്തിലുള്ള സിനിമകളെയാണ് നമ്മൾ കാണുന്നത്. അത് തേടിപ്പോയി കാണുകയാണ് നമ്മൾ സിനിമകൾ. അത് സിനിമയോടുള്ള അഭിനിവേശം മൂത്ത് ഒരു ഘട്ടത്തിൽ എത്തുമ്പോഴാണ് അത് ഉണ്ടാവുന്നത്. അപ്പം പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് പ്രേക്ഷകൻ്റെ തീരുമാനമാണ് ഞാൻ ഏത് സിനിമയാണ് കാണേണ്ടത്, ഞാൻ ഏത് സിനിമയിലേക്കാണ് നടക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് ഓരോ പ്രേക്ഷകൻ്റെയും സ്വാതന്ത്ര്യമാണ്. അയാൾക്ക് സിനിമ കണ്ട് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും അഭിപ്രായം പറയാനും എല്ലാം ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം വന്നതിന് ശേഷമാണ് ഈ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു പേര് വന്നിട്ടുള്ളത് അല്ലേ? അപ്പം നമ്മൾക്ക് അത്രയും പരിചിത മുഖങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന പലരും. ഇപ്പോൾ വാഴ 2 എടുക്കുകയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും അതൊരു 5 വർഷം മുന്നേ ഇറങ്ങുന്നൊരു സിനിമയായിരുന്നെങ്കിൽ ചിലപ്പോൾ പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പക്ഷേ ഇതിനകത്ത് കാസ്റ്റ് ചെയ്തതെല്ലാം നമുക്ക് പരിചിതമായ മുഖങ്ങളാണ്. സിനിമയിൽ അവർ പുതുമുഖങ്ങളാണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ഹാഷിറാണെങ്കിലും മലനാണെങ്കിലും അതോടൊപ്പം തന്നെ നമ്മൾ കേരളത്തിലെല്ലാവരും വളരെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ടിരുന്ന ഉണ്ണി നമ്പൂതിരിയൊക്കെ ആ ഒരു എൻട്രിയൊക്കെ ഭയങ്കര മാസ് എൻട്രിയൊക്കെ ആയിട്ടാണ് സിനിമയിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഈ സിനിമയെ യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ നന്നായിട്ട് സ്വാധീനിച്ചു തുടങ്ങിയോ, അല്ലെങ്കിൽ യുവാക്കളെ ആകർഷിക്കാനായിരുന്നോ അത്തരത്തിലുള്ള ഒരു കാൽവയ്പ്? അല്ല, നേരത്തെ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു മുഴുനീള പടത്തിൽ അവരെ അത് സെറ്റ് ചെയ്തത് ആ പ്രൊഡക്ഷൻ ടീം എടുത്ത ധൈര്യം തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു ടീം വന്നത് ചെയ്യാൻ അവരെ ഇതിലേക്ക് ഇന്നാക്കിച്ചത് തന്നെയാണ് ഇങ്ങനെ ഒരു സിനിമ ഇങ്ങനെ ഒരു വിജയത്തിലേക്ക് എത്താനുള്ളൊരു കാരണവും ഇങ്ങനെ ഇത്ര ആൾക്കാരിലൊക്കെ അത് എത്തിയതെന്നൊക്കെ അതിനൊരു കാരണമാകുമല്ലോ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിരുന്നോ? അവർ ഇപ്പോൾ ഒരു ചെറിയൊരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് അങ്ങനെയാണല്ലോ അവരിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ ചെയ്യുന്നത്. അതിൽ നിന്നൊരു വലിയൊരു ക്യാമറയുടെ മുന്നിലെത്തിയപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അവരെ ഒരു പരിചിത മുഖങ്ങളാണെങ്കിൽ കൂടി അവർ സിനിമയും അല്ലെങ്കിൽ റീലുകൾ എന്ന് പറയുന്നത് രണ്ടായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതിലേക്ക് എങ്ങനെ അവരെ കൊണ്ടുവന്നത്? ബുദ്ധിമുട്ടുണ്ടായോ അല്ലെങ്കിൽ ആസ് യൂഷ്വൽ അങ്ങനെ അവർ ചെയ്യായിരുന്നു? അല്ല, അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. നമ്മൾ അവർക്കൊരു വർക്ക്ഷോപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്കും അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു നല്ല സിനിമയുടെ ഭാഗമാകണമെന്നും നല്ല ക്യാരക്ടേഴ്സൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരായിരുന്നു. പിന്നെ നമ്മൾ ഇത് എഴുത്ത് തുടങ്ങിയ ടൈം മുതലേ അവർ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരൊരു പുതിയ ആൾക്കാരാണോ അല്ലെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അങ്ങനത്തെ തോന്നലുകളൊന്നും ഉണ്ടായില്ല. ഷൂട്ട് ചെയ്തപ്പോൾ അത് ഭയങ്കര ആവശ്യമായിട്ട് പരിപാടിയിലേക്കൊക്കെ എത്തിപ്പോയിരുന്നു. അവരും അതിനുവേണ്ടി നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെയാണ് അതൊരു ആ സീൻ മൊത്തം ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത് ഒരു തൃപ്തി ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ വരെയും അവരും നമ്മുടെ കൂടെ തന്നെ നിന്നിരുന്നു. ഒരു അഭിനേതാക്കൾ എന്നതിലുപരിയായിട്ട് ഒരു ടീം വർക്ക് ആയിട്ട് അവർ കൂടെ നിന്നു. അതെ. അതിൽ തന്നെ നമ്മളൊരു സീൻ ഉണ്ടായിരുന്നല്ലോ, ബിജുക്കുട്ടൻ പടക്കം പൊട്ടിക്കുന്ന ഒരു സീൻ.
ഓരോ വിഷുവും ദീപാവലിയും വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു റിയൽ കണ്ടന്റ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നല്ലോ ഒരു അച്ഛൻ അച്ഛ ഓടിക്കും. അപ്പോൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന സ്റ്റോറി എന്തായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞത് വാഴ 2 റിലീസ് ചെയ്തതിന് ശേഷം, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നതിന് ശേഷമാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെയായിരുന്നു? അത് ഒരുപാട് റീൽസ് വൈറലായത് നമ്മൾ കണ്ടു, പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടന്റ് ഇതിലേക്ക് കൊണ്ടുവരാനുണ്ടായ ഒരു റീസൺ എന്തായിരുന്നു? അത് എഴുത്തുകാരൻ വിംദാസ് എന്ന് പറഞ്ഞ ആളാണ് ഇങ്ങനൊരു ഐഡിയ എൻ്റെയൊക്കെ പറഞ്ഞത്. എനിക്ക് അപ്പോഴും അത് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ പോലും അറിയില്ലായിരുന്നു ഇത് ഇങ്ങനൊരു ഇത്രയും വലിയ ഒരു ഇങ്ങനെ ആൾക്കാർക്ക് ഒരുപാട് കണക്റ്റ് ആകുന്ന നല്ലൊരു ഇമോഷൻ ഉണ്ടാകുന്ന ഒരു പരിപാടിയിലേക്ക് പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു. അത് ഷൂട്ട് ചെയ്തപ്പോഴാണേലും അതൊരു റീല് എങ്ങനെയാണോ ആ റീല് ഷൂട്ട് ചെയ്യാണ്. അപ്പം നമുക്ക് ഇത് സാധാരണ എല്ലാ സിനിമയും ചെയ്ത പോലത്തെ ഒരു പ്രോസസ്സിങ്ങിലൂടെ പോയതല്ലായിരുന്നു ഇത്. അപ്പോൾ ഇതിനിങ്ങനെ ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഒരു കഥയിൽ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഓരോ പ്ലോട്ട് പോയിന്റുകളുണ്ട്, ഇങ്ങനെ ഓരോ പില്ലേഴ്സിലേക്ക് കഥകൾ എത്തുക എന്ന് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഈ റീലിൻ്റെ ഒരു കണ്ടന്റ് അത് ലാസ്റ്റിലേക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാം, അത് അങ്ങനെ ഒരു മൂഡിലേക്ക് എത്താമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളായിരുന്നു. അപ്പോൾ ആ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത്രയും അധികം ഇങ്ങനെ ഇമോഷൻ ഉണ്ടാവുമെന്നോ അല്ലെ ഇതിനിങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ഇയാൾക്കുണ്ടാവുമെന്നോ ഞാനും വിചാരിച്ചില്ലായിരുന്നു. അത് ഷൂട്ട് ചെയ്ത് അതൊരു ഇപ്പം എഡിറ്റർ അത് എഡിറ്റിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലാണ് അത് അങ്ങനെ ഒരു പരിപാടിയിൽ എത്തിയത്. അപ്പോൾ ആ ടൈമൊക്കെ ആയപ്പോൾ മുതലാണ് ഈ ഇങ്ങനെ ഒരാൾ എന്തായാലും ഉണ്ടാവുമല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു തുടങ്ങിയത്. പിന്നെ ആൾ ഇൻ്റർവ്യൂ കൊടുക്കുന്നതിന് അതിൻ്റെ തലേദിവസം വരെയും നമ്മൾ ആളെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിരുന്നു. അപ്പോൾ നമ്മൾ തിരക്കിയ ടൈമിലൊക്കെ അറിഞ്ഞിരുന്നു ഇങ്ങനെ ആൾക്ക് ലൈഫിൽ ഒരുപാട് ട്രോമാസൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പം അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ആൾ ഈ സിനിമ കണ്ടിട്ട് നമ്മളെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു. നിങ്ങളതൊരു പോസിറ്റീവ് ആംഗിളിൽ തന്നെ, കാരണം അദ്ദേഹത്തിന് ഉണ്ടായ ഒരു ട്രോമ അത് നമ്മൾ അങ്ങനെ കാണുമെന്നോ അല്ലെ അത് ഇങ്ങനെ ആകുമെന്ന് വിചാരിച്ചൊന്നും ചെയ്തതല്ല. അത് ചിലപ്പോൾ അയാൾക്ക് വേണ്ടിയായിരിക്കും, അയാളുടെ ഇത്രയും കാലത്തെ ഒരു നിയോഗം പോലെ അങ്ങനെ ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. അത് ആൾക്കാർക്ക് ഒരുപാട് കണക്റ്റ് ആയതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, നമ്മൾ സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ്. പക്ഷേ പലപ്പോഴും നമുക്കത് പറ്റാറില്ല. ഇപ്പോൾ ഒരു എക്സാമിൻ്റെ സമയമാണെങ്കിൽ നമുക്ക് നല്ല സിനിമകൾ മിസ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണത്തിൽ. ഇപ്പോൾ മുൻപായിരുന്നെങ്കിൽ ഒരു സിനിമ നമുക്ക് തിയേറ്റർ മിസ്സായ ഒരു ഓണക്കാലമോ വിഷുവോ വരാൻ കാത്തിരിക്കണം, ടി വിയിൽ അപ്പോഴാണല്ലോ ഈ സിനിമ വരുന്നത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, നമുക്ക് തിയേറ്ററിൽ നിന്ന് മാറിയ നെക്സ്റ്റ് ഡേ തന്നെ OTT റിലീസാണ്. അപ്പോൾ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, OTTയിൽ വരുമല്ലോ എന്ന് നമ്മൾ സ്വയം സമാധാനിക്കുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകൻ്റെ ഒരു സിനിമ കാണുന്നതിലുള്ള ഒരു മാറ്റമാണത്. തിയേറ്ററിൽ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് OTTയിലും കാണാം. ശരിക്കും ആൾക്കാരുടെ പ്രേക്ഷകരുടെ സിനിമ കാണുന്ന രീതി മാറിയിട്ടുണ്ടോ? സിനിമ എക്കാലത്തും ഇതിൻ്റെ കുറച്ച് പ്രിലൂഡായിട്ടുള്ള കുറച്ച് കാര്യം പറഞ്ഞാൽ മാത്രമേ ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതായത് സിനിമ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ഡിജിറ്റൽ മീഡിയൻ്റെ അപ്പുറത്ത് ഒരു കാലം ഉണ്ടായിരുന്നു, ആ ഫിലിം മാഗസീൻസിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു കാലം. ആ കാലത്ത് സിനിമയിൽ അഭിനയിക്കുന്നവർ, സിനിമയിലെ ടെക്നീഷ്യന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ പരിണിതപ്രജ്ഞരായിട്ടുള്ള ആൾക്കാരായിരിക്കും. എന്ന് വെച്ചാൽ ഒരു അടി മാഗസീനിന് ഏതാണ്ട് 1000 രൂപയുടെ അടുത്ത് വില വരുന്ന കാലമാണ്. അപ്പോൾ ഒരു ക്ലാപ്പ് ബോയ് പോലും റോങ് ക്ലാപ്പ് അടിച്ചാൽ പ്രൊഡ്യൂസറിന് 1000 രൂപ നഷ്ടപ്പെടും, 1000 രൂപയുടെ അടുത്ത്. അപ്പോൾ നിരന്തരമായി അഭിനയിച്ച് ശീലമുള്ളവരെയും നിരന്തരമായി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നീഷ്യന്മാരെയും റിപ്പീറ്റ് ചെയ്യാനാണ് അന്നത്തെ പ്രൊഡക്ഷൻ ഹൗസുകൾ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സിനിമയെ ചുറ്റിപ്പറ്റി ഒരുപാട് കലാസങ്കേതങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ KPSC നാടക സംഘത്തിൽ നിന്ന് നന്നായിട്ട് അഭിനയിക്കുന്ന ആളെ അന്ന് സിനിമയിൽ കാസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു. അല്ലെങ്കിൽ പാരലൽ ആയിട്ട് നടക്കുന്ന തെരുവ് നാടകങ്ങളിലോ മറ്റോ പ്രാവീണ്യമുള്ള ആൾക്കാരെ സിനിമ കാസ്റ്റ് ചെയ്യുമായിരുന്നു. സീരിയൽ പിന്നീട് മാറി സീരിയൽ രംഗത്ത് നിന്ന് സീരിയൽ നന്നായി വരുന്ന താരങ്ങളെ സിനിമ കാസ്റ്റ് ചെയ്യായിരുന്നു. സീരിയൽ നന്നായി ചെയ്തിരുന്ന സംവിധായകരും എഴുത്തുകാരും സിനിമ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് ജഗബൊഗ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി, എനിക്കൊന്ന് മധുപാൽ സാറിനൊക്കെ ഓർമ്മയുണ്ടാവും. ജഗബൊഗ എന്ന് പറഞ്ഞിട്ട് കൈരളി TV ഉണ്ടായിരുന്ന ഒരു എപ്പിസോഡ്, 1/2 മണിക്കൂർ എപ്പിസോഡാണ്, കോമഡി പ്രോഗ്രാമാണ്. അത് പ്രേക്ഷകർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതൊരു സിനിമയായി. 3 മണിക്കൂർ ഓടുന്ന, അതായത് മലയാള സിനിമ താരങ്ങളുടെ ഡ്യൂപ്പുകളെല്ലാം അഭിനയിക്കുന്ന ഒരു ജഗബൊഗ എന്നുള്ള സിനിമ അന്ന് തിയേറ്ററിൽ വരികയും അത് നന്നായി ഓടുകയും ചെയ്തു. അപരന്മാർ നഗരത്തിൽ എന്ന് പറഞ്ഞൊരു സിനിമ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സക്സസ്സിനെ പിൻപറ്റി അങ്ങനെ ഒരുപാട്. അപ്പോൾ സിനിമ ഒരുപാട് സങ്കേതങ്ങളെ ചലിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള നാഡീവ്യൂഹം പോലെ പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ ഒരു തിയേറ്ററിൽ നിറഞ്ഞോടുന്നൊരു
ഒരു തിയേറ്ററിൽ നിറഞ്ഞോടുന്ന ഒരു സിനിമ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ചലിപ്പിക്കുന്നത് ഒരുപാട് ജീവിതങ്ങളാണ്. ഇപ്പോൾ ഒരു ഓട്ടോ സ്റ്റാൻഡിലുള്ള മുഴുവൻ ഓട്ടോക്കാർക്കും തൊഴിൽ കിട്ടുന്നു, അതിൽ കപ്പലണ്ടി വിറ്റുകൊണ്ടിരിക്കുന്ന ആൾക്ക് തൊഴിൽ കിട്ടുന്നു. അപ്പം സിനിമ എന്ന സങ്കേതം നന്നായി പോകുന്നു, നന്നായി മുന്നോട്ട് പോകുന്നു എന്നത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. കാരണം ഞങ്ങളൊക്കെ അത് വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നത് വീണ്ടും സിനിമ എന്നത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിന് പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമ്മൾ ചിലവഴിക്കുന്ന തുക, ഒരു ഡിജിറ്റൽ സ്ക്രീനിങ്ങിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന തുക, അതിൻ്റെ സങ്കേതങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന തുക, ഇപ്പോൾ 7.1 മിക്സ് ചെയ്തൊരു സിനിമ നിങ്ങളുടെ സാധാരണ ടി വിയിൽ ഒരു ഓഡിയോ മോണോ ഔട്ടിൽ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ വ്യത്യാസം നിങ്ങൾക്കത് തിയേറ്ററിൽ ഇരിക്കുമ്പോഴാണ് അത് മനസ്സിലാവുക. അപ്പം സിനിമ നമ്മൾ സാങ്കേതിക പ്രവർത്തകർ ഇതിനെ ചോരയും നീരും കൊടുത്തുണ്ടാക്കുന്നത് അത് ഈ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സിനിമ തിയേറ്ററിൽ തന്നെ കാണണമെന്ന് പ്രേക്ഷകനെ തോന്നിപ്പിക്കേണ്ടത് നമ്മുടെ ടെക്നീഷ്യന്മാരുടെയും നമ്മുടെ സിനിമാ പ്രവർത്തകരുടെയും മാത്രം ഉത്തരവാദിത്തമാണ്. അല്ലാണ്ട് തിയേറ്ററിൽ ആൾക്കാർ പോകുന്നില്ല, OTT പോയി കാണാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പരാജയമാണ്. സിനിമാ പ്രവർത്തകർ എന്ന നിലയ്ക്ക് നമ്മുടെ പരാജയമാണ്. അപ്പം സിനിമ തിയേറ്ററിൽ തന്നെ കാണണം, നിങ്ങളിത് തിയേറ്ററിൽ കാണണം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകൾ എടുക്കേണ്ടി വരുന്നു എന്നുള്ളത് പുതിയ കാലത്തിൻ്റെ ചലഞ്ചും കൂടിയാണ്. ഇപ്പം നമ്മുടെ സിനിമയുടെ എപ്പോഴും നട്ടെല്ല് എന്ന് പറയുന്നത് കണ്ടൻ്റാണ്. ഇപ്പം ഞാൻ ഇന്നലെ ഒരു ബോംബെ ബേസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നമ്മളടുത്ത് പറയാണ്, ഞങ്ങൾ അവിടെ മടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, അപ്പം നിങ്ങൾ നമ്മളാവാൻ വേണ്ടി ശ്രമിക്കുകയാണോ എന്ന തരത്തിൽ നമ്മളെ വിമർശിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ കണ്ടന്റ് ഡ്രിവൺ സിനിമകളിൽ നിന്ന് നമ്മൾ കുറച്ച് പിന്നോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് സ്വയം വിമർശനപരമായി നമ്മൾ പരിശോധിക്കണം. ഇനി അങ്ങനെയല്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞതിനെ പിൻവലിക്കുകയും ചെയ്യുകയാണ്. അതല്ല, ഇപ്പോൾ തിയേറ്ററിൽ ഹിറ്റാവാത്ത പല സിനിമകളും OTTയിൽ ഭയങ്കര ഹിറ്റാവുന്നുണ്ട്. അത് മുൻപ് എനിക്ക് തോന്നുന്നു ടൊവിനോയുടെ ഗപ്പി എന്നുള്ള സിനിമയാണ് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ആ പ്രൊഡക്ഷൻ ഹൗസാണ് എൻ്റെ ആദ്യ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാലം ഇറങ്ങിയ കാലം കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എന്തായാലും പോട്ടെ ഒരു മസാലപ്പൊടിയുടെ പാക്കറ്റ് ആയാൽ പോലും നമ്മളത് മാർക്കറ്റിൽ എത്തിച്ചു. സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പോകുമ്പം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കറ്റിൽ അത് കൊണ്ടു കൊടുത്തിട്ടില്ലെങ്കിൽ അവർ എടുക്കത്തില്ല. അത് ബേസിക് കമ്മോഡിറ്റി മൈൻഡ് സെറ്റാണ്. അത് ആ സാധനം കൂടി നമുക്കിതിൻ്റെ ഭാഗമായിട്ട് പുതിയ കാലത്തുണ്ട്. പണ്ട് നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ ഒരു 3 സിനിമ പോസ്റ്റർ നമ്മൾ കാണത്തുള്ളൂ. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് തന്നെ ഉണ്ടാവും, വർഷങ്ങളായി പോസ്റ്റർ ഒട്ടിക്കുന്ന സ്ഥലമായിരിക്കും. ഞാൻ ഇന്നലെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു പോസ്റ്റർ കണ്ടു. അത് ആ സിനിമയുടെ ടൈറ്റിൽ വായിക്കാൻ പറ്റുന്നില്ല, അതിൽ ആരാ അഭിനയിച്ചെന്ന് വായിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ കൂടെയുള്ള ആളോട് ചോദിച്ചു, എനിക്ക് കാണുന്നില്ല. അപ്പം ഞാൻ അയാളോട് എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണോ? അപ്പോൾ പുള്ളിക്കും വായിക്കാൻ പറ്റുന്നില്ല, ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പം ഇതിൻ്റെ ബേസിക് സാധനം എന്ന് വെച്ചാൽ നമ്മളെ കയ്യിലുള്ള കണ്ടന്റ് ഇപ്പോൾ പൊതിഞ്ഞു വെച്ചിട്ട് കാര്യമില്ല, ഇത് നമ്മൾ കാണിച്ച് ആൾക്കാർക്ക് കൗതുകപൂർവ്വം ഇത് ഞാൻ കാണേണ്ട വിഷയമാണെന്ന് ജനങ്ങൾക്ക് തോന്നണം. അതിൻ്റെ പിറകിലൊരു ഇപ്പോൾ സിനിമയിൽ അങ്ങനെ മാർക്കറ്റിംഗ് ടീം വർക്ക് ചെയ്യുന്നുണ്ട്, വലിയ സങ്കേതം അതിൻ്റെ പിറകിൽ ഇൻവെസ്റ്റ്മെൻറ്റും അടക്കം അതിലേക്ക് വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നില്ല ഇപ്പം സിനിമ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഗപ്പി വന്നത്, ഡിജിറ്റലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ആ എവല്യൂഷൻ്റെ കാലത്തായിരുന്നു ഗപ്പി വന്നത്. അപ്പോൾ പുതിയ ആൾക്കാരുടെ സിനിമ എന്ന തരത്തിൽ അത്ര വലിയ രീതിയിൽ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന കാലമായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം സവിൻ്റെ അടക്കം പടങ്ങൾ തിയേറ്ററിൽ വലിയ ഇൻഡസ്ട്രിയൽ ഹിറ്റാണ്. ഒരു ആർട്ടിസ്റ്റ് പോലും ഇല്ലാത്ത സിനിമയാണ്, മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റ് ഇല്ലാത്ത ഇൻഡസ്ട്രിയൽ ഹിറ്റ് സിനിമയാണ് അത്. അപ്പം പുതിയ കാലത്ത് ആൾക്കാരും മാറി. ഇപ്പം മെയിൻ സ്ട്രീം തലകളൊന്നും ഇല്ലാതെ തന്നെ സിനിമ കാണാൻ പറ്റും, സിനിമ കണ്ടാൽ കൊള്ളാം എന്ന് പറയും. മാത്രമല്ല ഈ പറയുന്ന പോലെ ആ സിനിമ കൊള്ളാം എന്ന് നമ്മളിപ്പം മൗത്ത് പബ്ലിസിറ്റിയുടെ ഭാഗമായി മറ്റൊരാളോട് ഷെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ എഴുത്തുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അനുസരിച്ചിട്ട് ആൾക്കാർ ഒരു 70% ആൾക്കാരെങ്കിലും എനിക്ക് തോന്നുന്നു സിനിമ എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം കേട്ടിട്ട് സിനിമ കാണാൻ പോകുന്ന വലിയ ടീമുണ്ട്. അപ്പോൾ ഇതൊക്കെ സിനിമയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് വരേണ്ട കാര്യമാണ്. അപ്പോൾ നല്ലൊരു സിനിമ തിയേറ്ററിൽ നന്നായിട്ട് ഓടിയില്ല എന്ന് പറയുന്നത് അത് ടോട്ടലി ആ സിനിമയുടെയും അതിൻ്റെ അണിയർ പ്രവർത്തകരുടെയും കൂടി പരാജയമാണ്. അത് തിയേറ്ററിൽ ആൾക്കാരെ എത്തിക്കേണ്ടത് സിനിമാ പ്രവർത്തകരും കൂടി ഉത്തരവാദിത്തമാണ്. ഓക്കെ, എന്തായിരുന്നു വാഴ 2യുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി? ഇല്ല, അത് അങ്ങനെ ഒരു സ്ട്രാറ്റജിയേക്കാളുപരി ആ സിനിമ ആൾക്കാരിലേക്ക് എത്തണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. ഒന്നാമത് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് അതൊരു ഗംഭീര ഹിറ്റായിരുന്നു. ഇപ്പോൾ നമ്മൾ കിലുക്കം സിനിമ എടുക്കുകയാണെങ്കിൽ അതൊരു ഗംഭീര ഹിറ്റാണ്, എവർഗ്രീൻ മൂവിയാണ്. പക്ഷെ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വന്നപ്പോൾ അത് പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, ഒരു ഫ്ലോപ്പ് ആയിരുന്നു. അപ്പോൾ ഒരു സിനിമയുടെ ഒരു രണ്ടാം ഭാഗം എന്ന് പറയുമ്പോൾ അതൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം ചെയ്ത് വെച്ചതിനെ മോശപ്പെടുത്താനും പറ്റില്ല, ഒന്നുകിൽ അതിൻ്റെ ആ തട്ട് അങ്ങനെ തന്നെ നിൽക്കണം, താഴാതെ നോക്കണമല്ലോ. അതിൽ
താങ്കൾ വിജയിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ടീം വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു ഒരു വാഴ 2 ഒരു രണ്ടാമത്തൊരു പാർട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അതിലേക്ക് വന്നത്? ഞാൻ വാഴ 1 അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡബ്ബൊക്കെ നടക്കുന്ന ടൈമിലാണ് ഇങ്ങനൊരു അതും ഇതുപോലെ യൂട്യൂബിൽ ഇതുപോലെ നമ്മൾ ട്രെയിലറും പാട്ടുകളും വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഹാഷിർ അല്ലെ അവർ 4 പേരെ അങ്ങനൊരു സാധ്യതയുണ്ടെന്ന് ഇതിൽ വന്ന കമൻറ്റുകളൊക്കെ കണ്ടപ്പോഴായിരിക്കും പ്രൊഡക്ഷൻ ടീമിന് അങ്ങനൊരു പരിപാടിയിലേക്ക് എത്താൻ തോന്നിയത്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായത്. അപ്പം ഫസ്റ്റിനേക്കാൾ ഗംഭീരമായി സെക്കൻഡ് എന്ന് ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇല്ല അതല്ല ഇങ്ങനെ ഈ സിനിമയിലേക്ക് എത്തിയ കാരണം അങ്ങനെയായിരുന്നു. അപ്പം അവരെ വെച്ച് തന്നെ ഇങ്ങനെ അവരൊരു മാർക്കറ്റ് കണ്ടിരിക്കാം, അതുകൊണ്ട് മാത്രം ഉണ്ടായൊരു സിനിമയാണിത്. ഇപ്പം നമ്മൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പല രീതിയിലും പറയാം. പണ്ടൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ മാഗസീൻസിലൂടെ നാന, സിനിമ വാരിക, ഇതിൽ കൂടെയൊക്കെയാണല്ലോ ഒരു സിനിമയുടെ റിവ്യൂ. ഇപ്പോഴങ്ങനെയല്ല, ഇപ്പോൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷനാണ്. ഒരാൾ സിനിമ കാണുന്നു, വീട് പോലും എത്തണ്ട, അവർ ഡ്രൈവ് ചെയ്ത് തിരിച്ചു പോകുന്ന ആ ഒരു സ്പോട്ടിലായിരിക്കും അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ഇടുന്നത്, ഒരു പോസ്റ്റ് ഇടുന്നത്. അതായത് ഒരു ക്വിക്ക് റിയാക്ഷനാണ് ഇപ്പോൾ ഒരു സിനിമയിൽ നടക്കുന്നത്. പോസിറ്റീവായിട്ടും ബാധിക്കുന്നുണ്ട്, നെഗറ്റീവായിട്ടും ബാധിക്കുന്നുണ്ട്. അതൊരു ഡയറക്ടറുടെ ഒരു ക്രിയേറ്റീവ് ഫ്രീഡത്തെ ബാധിക്കുന്നുണ്ടോ? വീണ്ടും ഇത് പ്രേക്ഷകരുടെ തലയിലിടാനാണ് എനിക്ക് താല്പര്യം. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ചെമ്പരത്തിപ്പൂ കാണുന്നു, അല്ലെങ്കിൽ ഒരു പനിനീർപ്പൂ ഞാൻ കാണുന്നു. അപ്പം ഞാൻ അതിൻ്റെ മണം അല്ലെങ്കിൽ അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ നിറം ഞാൻ കാണുന്നു. അപ്പം മറ്റൊരാളത് ചിലപ്പോൾ അത് കാണുന്നത് അതിൻ്റെ പൂവിൻ്റെ തൊട്ട് താഴെയുള്ള മുള്ളിനെയും കൂടി ചേർത്തിട്ടാണ് കാണുന്നുണ്ട്. അപ്പോൾ ആസ്വാദനം എന്നുള്ളത് പൂർണ്ണമായും പ്രേക്ഷകൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അപ്പം ഞാൻ എൻ്റെ സിനിമ കാണുന്നു, ഞാൻ അതിനെ ആസ്വദിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അതിനെ വിമർശിക്കുന്നു എന്നുള്ളത് എൻ്റേത് മാത്രമായിട്ടുള്ളൊരു സ്വകാര്യമായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പം മറ്റൊരാൾ അതിനെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് സ്വാധീനിക്കപ്പെടുന്നു, മറ്റൊരാളാൽ സ്വാധീനിക്കപ്പെടുന്നു എന്ന് പറയുന്നത് അതൊരു പാപ്പരത്വമാണ്. അപ്പോൾ സ്പോണ്ടേനിയസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിനിമയുടെ ഫസ്റ്റ് ഹാഫിലായിക്കോട്ടെ റിവ്യൂ വരുന്നു, ആ റിവ്യൂ കണ്ടിട്ട് എന്നാൽ പിന്നെ ആ സിനിമ മോശമാണെന്ന് വിചാരിക്കുന്ന പ്രേക്ഷകർ ഈ സിനിമ ഇൻഡസ്ട്രിയുടെ നട്ടല്ലൊടിക്കുന്ന ആൾക്കാരാണ്. പുതിയ കാലത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ 500 കമൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഫേസ്ബുക്ക് അവർക്ക് ഏതാണ്ട്, എനിക്ക് കൃത്യമായി കണക്കറിയില്ല, $40 കൊടുക്കും. $40 എന്ന് പറഞ്ഞാൽ 40 × 100 എന്ന് വെച്ചാൽ 4000 രൂപയുടെ അടുത്ത് കിട്ടും. അപ്പം ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഇതൊക്കെ ഡ്രിവൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു PR ടീം വർക്ക് ചെയ്യുന്നുണ്ട് സിനിമയിൽ. അതിൽ മെജോറിറ്റി 70% ആൾക്കാരും ഫേക്ക് പ്രൊഫൈൽസാണ്. ഫേക്ക് ഫേസ്ബുക്ക് പ്രൊഫൈലുണ്ട്, ഫേക്ക് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുണ്ട്, ഫേക്ക് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അതിൽ കമൻറ്റ് ചെയ്യാൻ ഫേക്ക് ആൾക്കാരുണ്ട്. ഒരു കമൻറ്റിന് 5 പൈസയാണ് ഇപ്പോൾ ചാർജ് ചെയ്യുന്നത്. അതിപ്പം 10 പൈസയായിട്ട് അവർ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഫേക്ക് പ്രൊഫൈലിലൂടെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നായക നടൻ്റെ സിനിമ വരുന്നു, അപ്പോൾ ആ നായക നടനോട് ഇഷ്ടമില്ലാത്ത സംഘങ്ങൾ ഇവരെ ഉപയോഗിക്കുന്നു. ഇവരൊക്കെ ഈ പറയുന്ന പോലെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് ആ മൊമെൻറ്റിൽ സിനിമ ഈ പറയുന്ന സ്പോണ്ടേനിയസ് ആയിട്ട് ആ മൊമെൻറ്റിൽ നിങ്ങൾ ആ സിനിമയുടെ താഴെ, അല്ലെങ്കിൽ ആ സിനിമയുടെ പോസിറ്റീവായിട്ട് മുഖമുള്ള നമ്മളൊക്കെ ഒരു കമൻറ്റ്, ഒരു റിവ്യൂ എഴുതുവാണെങ്കിൽ അതിന് താഴെ ഒരു കൂട്ടം ഇറങ്ങുകയാണ്. അതിൻ്റെ എല്ലാം സ്വഭാവം അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് കമൻറ്റ്സ് ആയിരിക്കും. അതിൻ്റെ മുഖങ്ങൾ ഒന്നെങ്കിലും ഒരു താരത്തിൻ്റെ മുഖമായിരിക്കും, അല്ലെങ്കിൽ ഒരു പൂമ്പാറ്റയുടെ ചിത്രമായിരിക്കും. അപ്പോൾ ഇത് ഐഡൻറ്റിറ്റി ഇല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അപ്പം ഈ റിവ്യൂ എന്നുള്ള സങ്കേതം തന്നെ, നിരൂപണം എന്നുള്ളത് തന്നെ, അതും ഒരു കലയാണ് ശരിക്കും. വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ, ഇപ്പം എന്താണ് റിവ്യൂ രംഗത്ത് നടക്കുന്നത്? വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ, നമ്മളെ നിറം വെച്ചുള്ള അധിക്ഷേപങ്ങൾ, നമ്മളെ ബോഡി ഷെയ്മിങ് എന്ന് പറയപ്പെടുന്ന സംവിധാനങ്ങൾ, ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കാണുന്നത് പ്രേക്ഷകരാണ്. അവർക്കത് കാണാൻ താല്പര്യമുണ്ട്. ഒരാളെ മോശം പറയുന്നത് കാണാൻ താല്പര്യമുണ്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുടെ യൂട്യൂബ് വ്യൂസ് നോക്കിയാൽ മതി. എത്ര വികലമായി റിവ്യൂ പറയുന്ന ആൾക്കാരുടെ യൂട്യൂബ് വ്യൂസ് എന്ന് പറഞ്ഞാൽ മില്യൺ കണക്കിന് യൂട്യൂബ് വ്യൂസാണ്. അപ്പോൾ അത് കാണാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ വികൃതമായ മനസ്സുള്ള ആൾക്കാർ യൂട്യൂബിൻ്റെ അകത്തുമുണ്ട് പുറത്തുമുണ്ട്. അല്ലെങ്കിൽ അത് ഇത്രയും വ്യൂസ് കിട്ടില്ലല്ലോ. ഇപ്പോൾ ഇപ്പം ഞാൻ ചെയ്ത ഒരു സിനിമയെ വിമർശിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം. അത് ഞാൻ വരയ്ക്കുന്ന ഒരു അതിർവരമ്പുണ്ട്. അത് കഴിഞ്ഞു വന്നാൽ ഞാനും അയാളാവും. അയാളിലേക്ക് ചിലപ്പോൾ ഞാൻ ഇറങ്ങിച്ചെല്ലും. അയാൾ പറയുന്ന അതേ ഭാഷയിൽ ഞാൻ തിരിച്ച് പറയേണ്ടി വരും എനിക്ക്. പക്ഷെ എന്നെ പോലെ അല്ലാത്ത ആൾക്കാരുണ്ട്. അതിൽ കുറച്ച് ഡിപ്രസ്ഡ് ആയി ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന തരത്തിൽ വ്യാകുലപ്പെടുന്ന ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അപ്പോൾ ഇത് ചെയ്യുന്നത് ശരിയല്ല. സിനിമ എന്ന് പറയുന്നതിനെ ഒരു ഓട്ടം തുള്ളൽ കാണുമ്പോൾ നിങ്ങൾ കൂവില്ലല്ലോ, അതിൻ്റെ ഇടയ്ക്ക് കൂവില്ലല്ലോ. ഇത് കഴിഞ്ഞിട്ടല്ലേ അഭിപ്രായം പറയത്തുള്ളൂ. അല്ല, അത്രയും മോശമായി ചിലപ്പം കൂവായിരിക്കും. അതും ശരിയല്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ.
അപ്പം പ്രേക്ഷകൻ്റെ തീരുമാനങ്ങളാണ് ഇതിലെല്ലാം. ആത്യന്തികമായി പ്രേക്ഷകനാണ് തീരുമാനിക്കുന്നത് ഞാനിതെങ്ങനെ കാണണം, ഞാനിതെങ്ങനെ വിലയിരുത്തണം, മറ്റൊരാളാൽ ഞാൻ സ്വാധീനിക്കപ്പെടേണ്ടതുണ്ടോ. ഇതാണ് എനിക്കിത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഒരു ഡയറക്ടറുടെ പേര് പറയുമ്പോൾ തന്നെ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാകും, ഓക്കെ ഇയാളുടെ സിനിമ ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇത്രയും വലിയൊരു ഹിറ്റ് തന്നതുകൊണ്ട് അടുത്ത സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രഷറാണോ അല്ലെങ്കിൽ ഓക്കെ കോൺഫിഡൻസ് ആണ്, എന്താണ് ഇപ്പോൾ ഉള്ളത്? നമ്മൾ വളരെ ഇഷ്ടപ്പെട്ടിട്ട് ഒരു സിനിമ ചെയ്യുന്നു, അത് നമ്മളെ ടീമായിട്ടിരുന്ന് കാണുന്നു, അപ്പം നമ്മളത് ആസ്വദിക്കുന്നു. അപ്പോൾ അത് തിയേറ്ററിലേക്ക് നമുക്ക് ഫസ്റ്റ് ഷോയ്ക്ക് നമുക്ക് പിച്ച് ചെയ്യണം. അപ്പോൾ അത് ബാക്കിയുള്ളത് പ്രേക്ഷകരുടെ ഇമ്പാക്റ്റ് വെച്ചിട്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നല്ല വിമർശനങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ നല്ല അപ്രീഷിയേഷൻസ് ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഇതേപോലെ ആഘോഷിക്കുന്ന സിനിമകൾ മാത്രമേ നമ്മൾ ആൾക്കാരിലേക്ക് എത്തുന്നുള്ളൂ. അല്ലാതെയും കട്ട് സിനിമകളും നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്, അത് എല്ലാ ആൾക്കാരിലേക്ക് എത്തുന്നില്ല. IFFK-യിൽ ഉണ്ടായ ഒരു അലിഖിത നിയമം എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ സിനിമകളെ IFFK-യിൽ പ്രദർശിപ്പിക്കേണ്ടതില്ല.